ഡ്രീംലാൻഡ് കാട്ടിൽ എല്ലാ മൃഗങ്ങളും പക്ഷികളും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ഒരു വൈകുന്നേരം ടീനുക്കിളി, മിട്ടുതത്ത, മൈന, പ്രാവ് അവരവരുടെ കിളിക്കൂടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ 2 കഴുകൻ വന്നു. എന്തുണ്ട് കുരുവി കുഞ്ഞുങ്ങളെ? അല്ല, നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി വന്നതാണ്. ഇത് പറഞ്ഞ് കാലു കഴുകൻ ടീനുക്കിളിയുടെ ഒരു മുട്ടയെന്ന് തിന്നു. അയ്യോ! ഇത്ര ഉച്ചത്തിൽ കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു താക്കീതാണ്. നിങ്ങൾ ഉടൻ തന്നെ ഈ സ്ഥലം വിട്ടുപോയില്ലെങ്കിൽ ഇതുപോലെ നിന്റെ എല്ലാ കുഞ്ഞുങ്ങളെയും എന്നേക്കുമായി കൊല്ലും. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞങ്ങൾ എവിടുന്ന് പുറത്താക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഒരുപാട് ഗുണം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ ഇവിടുന്ന് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബവുമായി ഇവിടെ താമസിക്കാമല്ലോ. ഇവിടെ അടുത്ത് നദിയുമുണ്ട്. ഇവിടെ താമസിച്ചാൽ ഞങ്ങൾക്ക് വേണ്ട ഇരകളെയെല്ലാം ഇവിടുന്ന് തന്നെ കിട്ടുന്നതാണ്. ടീനുക്കിളി നന്നായി കരയാൻ തുടങ്ങി. ആ 2 കഴുകന്മാരുടെ ശബ്ദവും നല്ല ഉച്ചത്തിലായിരുന്നു. ഇത് കേട്ട് ചോട്ടുമാനും ബാക്കിയുള്ള മൃഗങ്ങളും അവിടെ എത്തി. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ഇവിടെയുള്ള പക്ഷികളെ ഇങ്ങനെ പേടിപ്പിക്കാൻ നോക്കുന്നേ? ഓഹോ, എന്താ കാര്യം? പക്ഷികൾക്ക് വേണ്ടി ഒരു മാൻ സംസാരിക്കുന്നോ? ഈ ഡ്രീംലാൻഡ് കാട്ടിൽ പക്ഷികളും മൃഗങ്ങളും എല്ലാം ഒരുപോലെയാണ്. ഇവിടുന്ന് നിങ്ങൾ പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ നല്ലതല്ല. ഇപ്പൊ ഞങ്ങൾ പോയിക്കോളാം. പക്ഷെ ഒരു ദിവസം ഞങ്ങളുടെ നേതാവിനെയും കൂട്ടി ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരും. നോക്കിക്കോ. ഇത് പറഞ്ഞ് 2 പേരും അവിടെ നിന്ന് പോയി. ഇപ്പോ എല്ലാ പക്ഷികളും വല്ലാത്തൊരു ചിന്തയിലങ്ങ് പോയി. അവര് ഏത് കഴുകനെ കൊണ്ടിരുന്ന കാര്യമാ പറഞ്ഞത്? അവര് 2 പേരും പറന്ന് അവരുടെ സ്ഥലത്തേക്ക് എത്തി. അവിടെ ഏറ്റവും വലിയ കഴുകൻ ഗോൾഡി അവന്റെ നവജാത ശിശുവിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എവിടെ ഈ കറങ്ങി നടക്കുന്നേ? ഓ, അതോ, ഭക്ഷണം തേടിയാ ഞങ്ങൾ അലഞ്ഞത്. കാട് ഒരുപാട് ദൂരെയല്ലേ? ഭക്ഷണം കിട്ടണമെങ്കിൽ കുറെ ദൂരം പോകേണ്ടതുണ്ടല്ലോ. അതിനെന്താ, ജീവിക്കണമെങ്കിൽ കഷ്ടപ്പെടേണ്ട അത്യാവശ്യമാണ്. ഞങ്ങൾ ഓർക്കുന്നത് ഡ്രീംലാൻഡ് കാട്ടിലെ പക്ഷികളെ അവിടെ നിന്ന് ഓടിക്കാമെന്നാണ്. അവിടെ കയറി നമ്മൾ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നടക്കും. താങ്കൾ ഇതിനുവേണ്ടി ഞങ്ങളോട് നിൽക്കണം. താങ്കൾ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അവിടുന്ന് പേടിച്ചോടുന്നതാണ്. ഞാൻ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല. ആ പാവം പക്ഷികളെ അവിടുന്ന് ഓടിക്കുന്ന കാര്യത്തിൽ അതിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കുന്നതല്ല. അടുത്ത ദിവസം ചോട്ടുമാൻ തടാകത്തിൽ വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പോ ആരോ നിലവിളിക്കുന്ന ശബ്ദം അങ്ങ് കേട്ടു. അയ്യോ ഈശ്വരാ! ഇതാരുടെ ശബ്ദമാ? ഇത് കേട്ടവൻ നേരെ മുകളിലോട്ടങ്ങ് നോക്കി. അപ്പോൾ ഗോൾഡി കഴുകൻ ഭയങ്കരമായി ബുദ്ധിമുട്ടി പറക്കാൻ ശ്രമിക്കുന്നു. അവന്റെ ചിറകിൽ മുഴുവനും പട്ടത്തിന്റെ നൂൽവള്ളികളായിരുന്നു. എന്തൊരു വേദനയാണിത്! ഗോൾഡി ടപ്പേന്ന് പറഞ്ഞ് താഴെ വീണു. ഭയങ്കര വേദന എടുത്ത് കരയാൻ തുടങ്ങി. അല്ല, താങ്കൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടല്ലോ. ഞാൻ പറന്നുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയോ പറ്റിയതാണിത്. എന്റെ ചിറകനക്കാൻ പറ്റുന്നില്ല. ഒരുപാട് വേദന തോന്നുന്നുണ്ട്. അറിയില്ല ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന്. വിഷമിക്കണ്ട, ഞാൻ സഹായിക്കാം. ഇത് പറഞ്ഞ് ചോട്ടുമാൻ അടുത്തോട്ട് പോയി. വളരെ ബുദ്ധിമുട്ടി അവൻ കൈകൊണ്ട് ആ നൂൽവള്ളികൾ എങ്ങനെയൊക്കെ ഊരിയെടുത്തു. പക്ഷെ അത് കാരണം അവന്റെ കൈകളിൽ മുറിവേറ്റു. പ്രിയ സ്നേഹിത, നീ വന്നതുകൊണ്ട് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. നിന്റെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. ആരെയെങ്കിലും അപകടത്തിൽ കാണുകയാണെങ്കിൽ അവരെ സഹായിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവര് 2 പേരും അങ്ങോട്ടിങ്ങോട്ടും പരിചയപ്പെട്ടു. എന്നിട്ട് ഗോൾഡി കഴുകൻ തിരിച്ച് അവന്റെ വീട്ടിലോട്ട് വന്നു. അവിടെ എത്തിയപ്പോഴേക്ക് അവൻ നോക്കുമ്പോ അവന്റെ കുഞ്ഞിനെ കാണുന്നില്ല. കൂടിന്റെ അകത്ത് ചോര വീണ് കിടക്കുന്നു. എന്റെ കുട്ടികൾ അവരെവിടെ പോയി? അവൻ ഭയങ്കര വിഷമത്തിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാനും തുടങ്ങി. അപ്പോഴേക്കും കാലു കഴുകനും മോട്ടു കഴുകനും അവിടെ എത്തി.
ഞങ്ങളോട് ക്ഷമിക്കൂ ഗോൾഡി. നിന്റെ കുട്ടികളെ ദുഷ്ടരായ പക്ഷികളിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദുഷ്ടരായ പക്ഷികളോ? അവർ ആ ഡ്രീം ലാൻഡിലെ പക്ഷികൾ. അവരെല്ലാരും കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ മുൻപിൽ വെച്ച് നിന്റെ മക്കളെ കൊന്നുകളഞ്ഞു. ശേഷം സമുദ്രത്തിലേക്ക് എറിഞ്ഞു. അവര് പറഞ്ഞു അവരെ ആരെങ്കിലും അവിടുന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഞങ്ങളുടെയും കുട്ടികളെ കൊന്നുകളയുമെന്ന്. ഇത് കേട്ട് ഗോൾഡൻ കഴുകന് ഭയങ്കര ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, ആ പീറ പക്ഷികൾക്ക് ഇത്ര ധൈര്യമോ? അവരെന്റെ വീട്ടിൽ വന്ന് എന്റെ കുട്ടികളെ കൊല്ലാറായോ? അവരെ കുടുംബത്തോടെ ഞാൻ നശിപ്പിച്ചു കളയാം. ഇത് കേട്ട് രണ്ടുപേർക്കും സന്തോഷമായി. അങ്ങനെ അവർ ഡ്രീം ലാൻഡിലോട്ട് പറന്നുപോയി. പക്ഷികൾ അവർ രണ്ടരുടെ കൂടെ ഗോൾഡി വരുന്നത് കണ്ടപ്പോ എല്ലാരും പേടിച്ചു വിറച്ചു നിന്ന് പോയി. എന്റെ ദൈവമേ, ഇത്രയും വലിയ കഴുകനോ? ഇവൻ നമ്മളെല്ലാരും കൊല്ലുമല്ലോ. ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാം. രണ്ട് കഴുകന്മാരും അവരുടെ കൊക്ക് വച്ച് കിളികളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവരുടെ നിലവിളി കേട്ട് ബാക്കി മൃഗങ്ങളെല്ലാവരും കൂടെ അവിടേക്ക് വന്നു ചേർന്നു. നിങ്ങൾ ചെയ്യുന്നതൊട്ടും ശരിയല്ല. പാവം പക്ഷികളെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഇവര് പാവങ്ങളല്ല. ഇവരെ ഞാൻ വെറുതെ വിടില്ല. ഇവരെ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗോൾഡി വന്ന് രാമു ആനയുടെ തലയിൽ വന്ന് കൊത്താൻ തുടങ്ങി. നല്ല രീതിയിൽ തന്നെ ആനയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ, ആ, നിങ്ങൾ ഈ ചെയ്യുന്നതൊട്ടും ശരിയല്ല ദുഷ്ടന്മാരെ. അപ്പോഴേക്കും അവിടെ ചോട്ടുമാൻ എത്തി. ഗോൾഡി, നീ എന്താ ഈ ചെയ്യുന്നേ? അവൻ പറഞ്ഞ കാര്യം കേട്ട് ഗോൾഡി ഒന്ന് തിരിഞ്ഞു നോക്കി. ഗോൾഡിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ദേഷ്യം കാണുന്നുണ്ടായിരുന്നു. രാവിലെ നീ അപകടത്തിൽപ്പെട്ട് കിടന്നപ്പോ ഞാനാ നിന്നെ സഹായിച്ചത്. എന്നിട്ട് നീ എന്റെ കാട്ടിലുള്ള പക്ഷികളെ ഉപദ്രവിക്കാൻ നോക്കുന്നോ? ഇവിടുത്തെ പക്ഷികള് എന്റെ കൂട്ടിൽ വന്നിട്ട് എന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇവരെ സമാധാനത്തോടെ വിടില്ല. നീ എന്താ ഈ പറയുന്നേ? ഇവിടെയുള്ളവരാരും നിന്റെ കുട്ടികളെ ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നെന്നോ? അതിന് നിങ്ങളുടെ കൂടെ എവിടാന്ന് പോലും ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. ഇല്ലില്ല ഗോൾഡി, ഇവര് കള്ളം പറയുന്നതാ. ഇവര് തന്നെയാ നിന്റെ കുഞ്ഞുങ്ങളെ കൊന്നത്. അവര് രണ്ടുപേരുടെ പെരുമാറ്റം കണ്ടപ്പോ എന്തോ കുഴപ്പമുണ്ടെന്ന് ഗോൾഡിക്ക് തോന്നി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ പക്ഷികളെ ഉപദ്രവിക്കാൻ വന്നു. നിങ്ങൾ ആഗ്രഹിച്ചത് അതല്ലേ? ഞാൻ നിങ്ങൾ പറയുന്ന കേൾക്കണമെന്ന. നീ തെറ്റിദ്ധരിച്ചു ഗോൾഡി. ഈ മാനാണ് രാവിലെ എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. അതുകൊണ്ട് ഇവൻ പറയുന്നത് എനിക്ക് വിശ്വാസം തന്നെയാണ്. ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം ദയാലുക്കളാണ്. അങ്ങനെയുള്ളവർ ഒരിക്കലും എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ പറഞ്ഞ് ഗോൾഡി അവരെ തിന്നു കളയെന്നുള്ള മട്ടിൽ നോക്കി തന്നെ നിന്നു. അവര് രണ്ടുപേരും പേടിച്ചു വിറച്ചു നിന്നു. നിങ്ങളുടെ പക തീർക്കാൻ വേണ്ടിയാണോ എന്റെ കുഞ്ഞുങ്ങളെ കൊന്നത്? ഇല്ല ഗോൾഡി, ഇത് കാലുവിന്റെ ഐഡിയയാണ്. ഗോൾഡി, ക്ഷമിക്കണം, ക്ഷമിക്കണം. നിന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് ഗോൾഡി ദേഷ്യത്തിൽ പറഞ്ഞു, എവിടെയാണ് എന്റെ കുട്ടികൾ? അവര് രണ്ടുപേരും ഗോൾഡിനെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോയി. അവിടെ നിന്ന് അവന്റെ കുഞ്ഞിനെ ഒരു കുഴപ്പവുമില്ലാണ്ട് കിട്ടി. ഗോൾഡി, എന്നാ ഞങ്ങൾ പോട്ടെ. ശരിയെന്നെങ്കിൽ. അവർക്ക് അവിടെ നിന്ന് ഓടിപ്പോകാനാണ് തോന്നിയത്. പക്ഷെ ഗോൾഡി അവരെ ഒരുപാട് തല്ലി. ഗോൾഡി, ഞങ്ങളോട് ക്ഷമിക്കൂ. അവര് രണ്ടുപേരെ അവശരാക്കി. അതിനുശേഷം ഡ്രീം ലാൻഡിലേക്ക് ഗോൾഡി അവന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നു. അങ്ങനെ അവനും ബാക്കിയുള്ള കിളികളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.